ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. വേറെ ഒന്നുമല്ല, നദാനുവിൻ്റെ ഫസ്റ്റ് മലയാറ്റൂർ മലകയറ്റമാണ്. പറഞ്ഞാൽ ഈ റോഡൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ട് ഞങ്ങൾ യാത്ര പോയത് ഓർമ്മ വരുന്നു. ഞാനും പപ്പയും ഷാരോണും മമ്മിയും കൂടിയിട്ട് 4 പേരും കൂടി ഒരുമിച്ച് ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ, അന്ന് ഇതുപോലെ വഴികളൊന്നുമില്ല, വീടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോണ പോലെയൊക്കെ തോന്നും. എന്നിട്ട് ഞങ്ങൾ ആവേശത്തോടെ മല കയറുന്നതും ഇറങ്ങുന്നതും, രാത്രി ഒരു പണി തീരാത്ത വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഓർമ്മയുണ്ട്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സുഖമുള്ളൊരു ഓർമ്മയാണ്. സോ അതുപോലത്തെ ഒരു നല്ലൊരു ഓർമ്മയായിട്ട് നദാനുവിനും ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കടയിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറയുവാണ്, ആരെങ്കിലും പൈസ അടക്കാണ്ടാണോ പോകുന്നതെന്ന് ഞങ്ങൾ നോക്കുന്നില്ല, എല്ലാവരും തന്നിട്ടാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നദാനു വളരെ ആവേശത്തോടു കൂടി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നടന്നോളെ, ആരും പിടിക്കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കയറ്റം എത്തിയപ്പോഴേക്കും പുള്ളിക്കാരൻ മനസ്സിലായി നടക്കില്ലെന്ന്. അപ്പം ഞങ്ങളവിടെ പിടിക്കാൻ പറയണേ. അപ്പാപ്പനൊക്കെ നല്ല കൂളായിട്ട് നടന്നു പോകുന്ന കണ്ടോ. ഇവൻ്റെ ആവശ്യം കാണുമ്പോൾ പണ്ട് ഇവൻ്റെ പ്രായത്തിൽ ഞാൻ ചെറുതായിരുന്നപ്പം മലയാറ്റൂർ മല കയറി ഇറങ്ങുന്ന നേരത്ത് ഭയങ്കര ആവേശം കയറി. ഞാൻ ഫസ്റ്റ് മുമ്പേ കയറിപ്പോയി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഫ്രണ്ടിലേ കയറിപ്പോയി. അപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ പപ്പേനെയും കാണാനില്ല, മമ്മീനെയും കാണാനില്ല. പേടിച്ചു പോയിട്ട് എല്ലായിടത്തും നോക്കുവാണ്. എൻ്റെ അവസ്ഥ മനസ്സിലായപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയും ആൻറ്റിയും കൂടി എന്നെ ജീപ്പ് കയറ്റി എത്തി. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആരാണ് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അപ്പേക്കും പപ്പയും മമ്മിയും വന്ന് പിന്നെ എന്നെ കൊണ്ടുപോയി. മമ്മി എനിക്ക് നല്ല തല്ലും മെഡിങ്ങൊക്കെ തന്നു. അതൊരു മലയാറ്റൂർ ഓർമ്മയാണ്. അവരും ആകെ വിഷമിച്ചു പോയിട്ടോ. പിന്നീട് ഒരിക്കലും അതുപോലെ ആവേശം കയറി ഞാൻ മുമ്പോട്ട് കയറിയൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ വലുതായി, എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ മലയാറ്റൂർ മല എന്ന് പറഞ്ഞ് മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കുറച്ച് നല്ല ഓർമ്മകൾ ഇതൊക്കെയാണ്. പിന്നെ മലയാറ്റൂരിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ വിളിയാണ്, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം, പൊന്മല കയറ്റം, പൊന്മല കയറ്റം. ഇത്രയും കയറ്റം അവൻ കയറി കഴിഞ്ഞെങ്കിൽ ഇപ്പോഴും അവൻ കയറ്റം കയറുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. ഇപ്പൊ ആൾക്കാരുടെ ടാറ്റയൊക്കെ പറഞ്ഞ് കമ്പിയൊക്കെ പിടിച്ച് കയറുന്നു. ആളിപ്പോഴും ഉഷാറാണ്. പിന്നെ 1ാം സ്ഥലം എത്തി. പിന്നെ സ്ഥലങ്ങളെല്ലാം അടുപ്പിച്ചായിരുന്നു കേട്ടോ. 3ാം സ്ഥലം യേശുവിനെ ക്രൂശി തിറക്കുന്നതാണ്. കാറ്റീസൺ ടീച്ചറാണ് പറയുന്നതാണ്. 14ാം സ്ഥലം എത്തി. ഞങ്ങൾ പള്ളിയിൽ കയറി. ഇവിടെ സൈഡിൽ തന്നെ കുമ്പസാരത്തിനും അടിമയ്ക്കും ഒക്കെ പൈസ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ കാണുന്ന ആനകുത്തിയ പള്ളിയാണ് കേട്ടോ. എന്നിട്ടും അതിന് കേടുപാടുകളൊന്നുമില്ല. പിന്നീട് പണിഞ്ഞ പുതിയ പള്ളിയാണ് കേട്ടോ ഇത്. അതാണ് പൊന്നിൻ കുരിശിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ പിന്നെ പോകുന്നത് തോമാസ് ലീഹയുടെ പാദമുദ്ര കാണാനാണ്. ഇനി മലയിറക്കം. അത്രേ ഉള്ളൂ. ബൈ.